ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ചെറിയൊരു വെട്ടക്കുറവൊക്കെ ഉണ്ട്. ഇവിടെ കറണ്ടില്ല, ഭയങ്കരമായിട്ടും കാറ്റും മഴയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അല്ലേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെ പ്രാഗിക്കൊണ്ട് നിൽക്കുന്ന ചന്ദ്രമതിയാണ്. അങ്ങനെ ചന്ദ്ര നമ്മുടെ രേവതിനെ പ്രാകുന്നത് വേറെ എങ്ങനെയോ അല്ല. ദേ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ നല്ല സാരികളൊക്കെ ഉടുത്താലും ഇവിടെ ചിലവർക്കുണ്ടല്ലോ ഏതാണ്ട് ഈ കപ്പത്തോട്ടത്തിലൊക്കെ വെക്കുന്ന കോലമില്ലേ, അതുപോലെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ. കാരണം രേവതീനെ തന്നെയാണ് പറഞ്ഞത്, രേവതീനെ നോക്കിയാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ നമ്മുടെ ശ്രുതിയുണ്ട്, ഭാമയുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ആർക്കാണെങ്കിലും വേദനിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ രേവതി വല്ലാണ്ടങ്ങ് ആയിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഭാമ പറഞ്ഞു, അതെ രേവതീനെ ഒന്നും കാണിക്കുന്നില്ലേ, ഇത്രയും തുണിയൊക്കെ എടുത്തിട്ടും അതെന്താ രേവതീനെ ഒന്നും കാണിക്കാത്തതെന്ന് ഇങ്ങനെ പതിയെ ചോദിച്ചു, രേവതി കേൾക്കാതെ. അപ്പോൾ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, പിന്നെ ദേ അവളാരാ സാധനം എന്നറിയാമോ, അവളുണ്ടല്ലോ വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളില്ല അവളെ. ഇപ്പം കണ്ടില്ലേ, അവൾ കാരണം അവളുടെ ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടു, ജയിലിൽ കയറി, കാറ് പോലീസ് പിടിച്ചെടുത്തു. അവളെ വിശ്വസിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടുണ്ടല്ലോ ഇതൊന്നും അവളെ കാണിക്കണ്ട. എല്ലാവരുടെയും കണ്ണൊന്നും ഒരുപോലെ അല്ലെന്നേ. ചിലപ്പം അവളിതിൽ കണ്ണുവെച്ചിട്ട് എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്ത് ചെയ്യും മോളെ. അതുകൊണ്ടാ അവളുടെ സ്വഭാവമേ നിങ്ങൾക്ക് ആർക്കും നന്നായിട്ട് അറിയില്ല. അതുകൊണ്ടാ ഭാമേ നീയും ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യമായിട്ടും നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരിക്കൊക്കെ എന്തോ പോലെ അങ്ങ് ആയിപ്പോയിട്ടോ. ഏതായാലും പിന്നെ എടുക്കുന്നത് ഒരു സ്വർണ്ണമാലയാണ്. ആ ഒരു സ്വർണ്ണമാല എടുത്തിട്ട് ഇതെങ്ങനെയുണ്ട്, ഇത് മോൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ശ്രുതിയോട്. അപ്പോൾ ശ്രുതി പറഞ്ഞു, അമ്മ എടുത്തതല്ലേ, അമ്മയുടെ സെലക്ഷൻ ഏതായാലും നന്നാകാതിരിക്കില്ലല്ലോ, സൂപ്പർ അമ്മേ എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും നമ്മുടെ ശ്രുതിനെ അങ്ങോട്ട് വാരി കോരി പൊക്കിയെടുത്ത് വെക്കട്ടോ നമ്മുടെ ചന്ദ്ര. ഏതായാലും ഒരു ദിവസം സത്യങ്ങളൊക്കെ തെളിയും. ഒന്നുമില്ലാത്ത ഒരിടത്തെ പെൺകുട്ടിയാണ് നമ്മുടെ ശ്രുതി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും ആ ഒരു സംസാരമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര, അല്ല നിങ്ങളാരും ചായ കുടിച്ചില്ലല്ലേ, ഏതായാലും നമുക്കൊരു ചായ കുടിക്കാം. അതെ രേവതി നീ അവിടെ എന്തെടുക്കുക എന്നിങ്ങനെ പേടിപ്പിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ഞാനിവിടെ പച്ചക്കറിയൊക്കെ അറിയാം, അമ്മയ്ക്കത് കാണത്തില്ലേ എന്ന് ചോദിച്ചപ്പം, ഓഹോ അവളുടെ വർത്താനം കണ്ടില്ലേ, ധിക്കാരം കണ്ടില്ലേ, അല്ലെങ്കിലും വായെടുത്താലേ അവൾ ഇതുപോലെയുള്ള സംസാരിക്കത്തുള്ളൂ. അവളുടെ അമ്മായിയമ്മയെ ഞാൻ ആ ഒരു ബഹുമാനം അവൾ തരില്ല, കണ്ടുപഠിക്ക് ശ്രുതി മോളെ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. ശ്രുതിനെ കണ്ടുപഠിക്കാൻ. ഏതായാലും രേവതി പറഞ്ഞു, അല്ല എന്താ അമ്മയെന്ന് ചോദിച്ചപ്പം, അതെ ഞങ്ങൾക്ക് ചായ വേണം, ചായ എടുത്തോണ്ട് വാ, വീട്ടിൽ രണ്ടുപേര് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്താ പോയി അടുക്കളയിൽ നിന്ന് ചായ എടുത്തോണ്ട് വന്നാൽ ഇതൊക്കെ ഞാൻ പറയേണ്ട കാര്യമാണെന്ന് ചോദിച്ചു. ഏതായാലും രേവതി കേട്ട പാതി കേൾക്കാത്ത പാതി. രേവതിയുടെ ആ ഒരു മര്യാദ കൊണ്ടായിരിക്കാം രേവതി പോയി ചായ എടുക്കാൻ പോയി, ചായയൊക്കെ എടുത്തുകൊണ്ട് വന്നു. രേവതി ചായ കൊടുക്കാൻ വേണ്ടി തുടങ്ങി നമ്മുടെ ചന്ദ്രനെ വിളിച്ചു, അമ്മ ഇന്നാ ചായ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ ശ്രുതിയോട് സംസാരിക്കുന്നു, ഭാമയോട് സംസാരിക്കുന്നു, ശ്രുതിയോട് സംസാരിക്കുന്നു, മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. അപ്പോൾ വീണ്ടും നമ്മുടെ രേവതി, അമ്മ ഇതേ ഇത് ചായ എന്ന് പറഞ്ഞു. അപ്പം ആ കേട്ടു കണ്ടു, നീ ഒരു കാര്യം ചെയ്യുക, അതെല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു. ഏതായാലും ഇതേ സമയം നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരി ആ ചായ മേടിച്ചിട്ട് അവിടെ എല്ലാവർക്കും കൊടുത്ത് അവിടെ വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ രേവതി അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക്, നീ പോകാൻ വരട്ടെ, നിൽക്ക്, അതെ ഈ സാരി ഒന്ന് മടക്കി വെക്കാൻ കൂടണം, ഇതിൻ്റെ തുമ്പിൽ പിടിച്ചേ, അതെ ഉടയൊന്നും ചെയ്തേക്കല്ലോ കേട്ടോ, ഇത് കല്യാണ സാരിയാ, അതും വെറും 10,000-30,000 രൂപയുടെ ഒന്നും അല്ല, 10,000, 20,000 വില മതിക്കുന്ന സാരിയാ, ഇതങ്ങ് പിടിക്കാൻ പറഞ്ഞു. നമ്മുടെ രേവതി അതും ഒന്നും ചെയ്തില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മര്യാദയുടെ പുറത്ത് നമ്മുടെ രേവതി അതും പിടിച്ചു. അങ്ങനെ സാരിയുടെ തുമ്പി പിടിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തുമ്പ് അങ്ങ് ചാടിപ്പോയപ്പോഴത്തേക്കും, നീ എന്താണ് ഈ കാണിക്കുന്നത്, നീ മനഃപൂർവ്വം ഈ സാരിയിൽ നീ ചായ അതൊക്കാൻ നോക്കുക അല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അമ്മ അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയതാന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരിയും പറഞ്ഞു, അയ്യോ അത് അറിയാതെ ചാടിപ്പോയതല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ചായ അവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചു. ഏതായാലും ആ സാരി മടക്കാൻ വേണ്ടി നമ്മുടെ രേവതി കൂടി. ഈ ഒരു സമയത്താണ് നമ്മുടെ രവീന്ദ്രൻ കയറി വരുന്നത്. അപ്പോൾ രവീന്ദ്രൻ കയറി വന്നിട്ട് ഇതാരാ വന്നേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക്, അയ്യോ അങ്കിളെ എവിടെ പോയേക്കുമായിരുന്നു അങ്കിളെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അതെ പെൻഷൻ്റെ കാര്യമായിട്ട് ഇങ്ങനെ പോയേക്കുമായിരുന്നു മോളെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചന്ദ്ര പറഞ്ഞു, ഇതേ നോക്കിക്കേ രവി ഏട്ടാ, സാരി കണ്ടോ, സാരി നന്നായിട്ട് ചേരുന്നില്ലേ ശ്രുതി മോൾക്ക്, ആഭരണം കണ്ടോ, ഇത് നന്നായിട്ട് ചേരുന്നില്ലേ ശ്രുതി മോൾക്ക് എന്നൊക്കെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ വല്ലാത്തൊരു അതിശയം. അപ്പോഴത്തേക്കും ചന്ദ്രയുടെ ഈ ഒരു വെപ്രാളവും കാട്ടായും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും
നമ്മുടെ ഭാമ പറഞ്ഞു, ഇടി ഇടി മിണ്ടാതിരിക്കുക, ഇതിപ്പം വലിയ പ്രശ്നമാവും, നീ മിണ്ടാതിരിക്കുക, രവിയേട്ടൻ നോക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെ ഞാൻ പോവാം, എനിക്ക് പോകാൻ സമയമായി, എനിക്ക് 2 കസ്റ്റമർ വന്നിട്ടുണ്ട്, അപ്പം അതുകൊണ്ട് എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് പറഞ്ഞ് നേരെ ബ്യൂട്ടി പാർലറിലേക്ക് അവർ പോയി. ഈ സമയത്ത് നമ്മുടെ ഭാമയും പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാനും പോവുക എന്ന് പറഞ്ഞ് ഭാമയും പോയി കേട്ടോ. അപ്പോഴത്തേക്ക് ചന്ദ്രയോട് ചോദിച്ചു, അല്ല ചന്ദ്രേ, നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയധികം പൈസ ഈ സാരിയൊക്കെ മേടിക്കാനായിട്ട്? ഇതിപ്പോൾ 10-30,000 രൂപ വില മതിക്കുന്ന സാരിയല്ലേ? അല്ല, നിൻ്റെ കയ്യിലിരിക്കുന്ന പൈസ നീ അതെനിക്ക് തന്നു, അത് ഞാൻ സച്ചിക്ക് കൊടുത്തു, പിന്നെ നിനക്ക് എവിടെ നിന്നാ പൈസ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഒന്ന് അമ്പരന്നിട്ട് ചന്ദ്ര പറഞ്ഞ്, അത് പിന്നെ എനിക്കിത് ഭാമ തന്നതാ, ഭാമ ആരുടെയോ കയ്യിൽ നിന്ന് ഇങ്ങനെ കടം മേടിച്ച് തന്നാന്ന് പറഞ്ഞപ്പം, കടവൊക്കെ എടുത്തിട്ട് എന്തിനാടി വെറുതെ ഇങ്ങനെ വിവാഹം ഇങ്ങനെ ആഡംബരമാക്കുന്നത്? അതിൻ്റെ കാര്യമുണ്ടോ ചന്ദ്രയെന്ന് ചോദിച്ചു. ഏതായാലും ഇവരിങ്ങനെ സാരിയൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു, സാരി അവിടെ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നു. ഈ ഒരു സമയത്താണ് നമ്മുടെ സച്ചി കയറി വരുന്നത്. അങ്ങനെ സച്ചി കയറി വന്ന ഉടനെ തന്നെ സാരിയൊക്കെ കണ്ടതും, ഇതെന്താ സാരിയൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്? ഓ, എൻ്റെ അമ്മ കുറേ സാരി മേടിച്ചെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞപ്പം, അതെ, ഇത് എൻ്റെ സാരിയൊന്നുമല്ല. പിന്നെ ആരുടെ സാരിയാ? ഇത് സുധിയുടെ വിവാഹത്തിന് മേടിച്ചതാ. ഓഹോ, ഇപ്പം കല്യാണച്ചെറുക്ക് സാരിയാണ് ഉടുക്കുന്നത്, അല്ല മുണ്ടും ഷർട്ടൊന്നും അല്ലേ? ഓ, ഞാൻ അറിഞ്ഞില്ലാട്ടോ എന്ന് പറഞ്ഞപ്പം, അതെ, ഇത് ശ്രുതിക്ക് വേണ്ടിയുള്ളതല്ല, എൻ്റെ ശ്രുതിമോൾക്ക് വേണ്ടിയുള്ളതാ. ശ്രുതിമോളോ? അതേത് മോള്? അത് അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ്. ഓ ഓ ഓ ഓ ഓ ആ മേക്കപ്പുകാരിക്കുള്ളതായിരിക്കില്ലേ? അല്ല, അതെന്തിനാ അവൾക്ക് ഇവിടെ നിന്ന് ആഭരണങ്ങളും സാരിയൊക്കെ മേടിക്കുന്നത്? അവൾക്ക് അവിടെ നിന്നല്ലേ കൊണ്ടുവരേണ്ടത്? അല്ല, ഇവിടെ വേറൊരു കല്യാണം നടന്നല്ലോ, അപ്പം ഈ സാരി എടുക്കലും പിറക്കലും ഒന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പം, എന്തിനു സാരി എടുക്കുന്നു, സാരി പിറക്കുന്നു? നിന്റെ കല്യാണത്തിന് വേണ്ടുവോളം അങ്ങ് കൊണ്ട് കൊടുത്തായിരുന്നല്ലോ അവളുടെ വീട്ടിലേക്ക്, സ്വർണമായിട്ടും പൈസയായിട്ടും ഡ്രസ്സായിട്ടും ഒക്കെ കൊടുത്തല്ലോ. അവൾക്ക് മാത്രമല്ല, അവളുടെ അനിയത്തിക്കും അവളുടെ അനിയനും അമ്മയ്ക്കും ഒക്കെ കൊടുത്തില്ലേ? പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെ, കൂടുതൽ സംസാരിക്കാൻ വരട്ടെ, ഒത്തിരി സംസാരിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സുധി വന്നിട്ട് പറഞ്ഞു, എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് നിന്റെ കല്യാണത്തിന് എന്തിനാടാ ഇവിടെ നിന്ന് നിൻ്റെ പെണ്ണുപിള്ളയ്ക്ക് ഡ്രസ്സ് കൊണ്ടുവന്നെന്ന് ചോദിച്ചപ്പം, അത് പിന്നെ കല്യാണമല്ലേ, കല്യാണത്തിന് നമ്മൾ മേടിച്ചെന്ന് ഓർത്തിപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പം, മിണ്ടിപ്പോകരുത് നീ, നിൻ്റെ വായുണ്ടല്ലോ, നീ സിബിട്ട് വെച്ചാൽ മതി, നീ ഒരക്ഷരം മിണ്ടേണ്ട കാര്യമില്ല. കാരണം ഉണ്ടല്ലോ, നീ ആദ്യം എൻ്റെ പൈസ എടുക്കുക, എന്നിട്ടും മതി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും ഒക്കെ. ഈ വിവാഹം നടക്കുന്നത് തന്നെ എൻ്റെ വെറും ഔദാര്യമാണെന്ന് കണ്ടേച്ചാൽ മതി. തള്ളയും മോനും കൂടെ തലയെ തൊട്ട് സത്യം ചെയ്തതല്ലേ? എന്നിട്ട് എന്തിയേ നിങ്ങളുടെ മകൻ ഇതുവരെ എനിക്ക് പൈസ കൊണ്ടു തരാത്തത്? എന്തിയേ നിങ്ങളുടെ മകനോട് നിങ്ങൾ പറയാത്തത്? ഇവന് വല്ല വേലയും കൂലിയും വല്ലതും ഉണ്ടോ? അല്ല, ഇവൻ പണിക്ക് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു, എന്നിട്ട് ഇപ്പം വരെ ഒരു നയാ പൈസ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ടാണ് ഇവിടെ നിന്നെടുത്ത് ഇവന് കെട്ടാൻ പോകുന്ന പെണ്ണിന് കൊടുക്കാൻ പോകുന്നത്. എങ്കിലും എൻ്റെ ഈശ്വര, ഇതൊക്കെ കാണണമല്ലോ ഞാൻ. അല്ല, നിങ്ങൾ വേറെ ആർക്കും ഡ്രസ്സൊന്നും എടുത്തില്ലേ? രേവതിക്ക് എന്താ ഡ്രസ്സ് എടുക്കാത്തത്? രേവതിക്ക് ഡ്രസ്സ് എടുക്കത്തില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ, അതിന് രേവതിക്ക് ഡ്രസ്സ് എടുക്കാൻ രേവതി കല്യാണ പെണ്ണല്ലല്ലോ. എന്നിരുന്നാലും ഈ വീട്ടിലെ 2 മരുമക്കൾക്കും ഒരേ സ്ഥാനം കൊടുത്താൽ മതി. ഇവളും ഈ വീട്ടിലെ മരുമകളാണല്ലോ. അപ്പം പിന്നെ അവിടെ ഡ്രസ്സ് എടുക്കുമ്പം ഇവിടെയും ഡ്രസ്സ് എടുക്കണം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതിനെത്ര രൂപയാണ് ആയെന്ന് വെച്ചാൽ അതിനേക്കാൾ വില കൂടിയ ഡ്രസ്സ് ഇവക്ക് എടുത്തു കൊടുക്കണം. കാരണം അതിടാനുള്ള അവകാശം ഇവക്കുണ്ട്. നിങ്ങൾ ആദ്യം പൈസ വയ്ക്കുക, 50 ലക്ഷം രൂപ. അത് കഴിഞ്ഞു മതി ഇവിടെ ഡ്രസ്സ് എടുക്കലും സ്വർണ്ണം എടുക്കലും ഒക്കെ. നാക്കങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുവാണല്ലോടാ സച്ചി നിൻ്റെ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ചന്ദ്ര ഇങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞു, അതെ, നാക്ക് നീണ്ടു നിവർന്ന് കിടക്കുകയും ചെയ്യും, നാക്കിട്ട് അടിക്കുകയും ചെയ്യും. അല്ല, എന്തെങ്കിലും പറയാനുണ്ടോ? എൻ്റെ അച്ഛൻ്റെ പൈസ കൊണ്ട് തൊലച്ച് കളഞ്ഞിട്ട് കൂടുതൽ ഇവിടെ ഒന്നും സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞു, എൻ്റെ ഔദാര്യം മാത്രമാണ്. പിന്നെ നിങ്ങൾ വായെടുക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ രേവതി കാരണം ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചതെന്ന്, അതിനി പറയാൻ പാടില്ല. രേവതിനെ കുറ്റം പറയണ്ട ഇവിടെ ആരും എന്നും പറഞ്ഞു കേട്ടോ. ഏതായാലും ഇത് കേട്ടത് നമ്മുടെ രേവതിക്ക് വല്ലാത്ത സന്തോഷമായിട്ടോ. രേവതിക്ക് പിന്നെ എന്താ പറയുക, ഇതിൽ പരം സന്തോഷം വേറെ ഉണ്ടോ രേവതിക്ക്? ഏതായാലും നമ്മുടെ രവീന്ദ്രൻ കുറേ സച്ചി പറഞ്ഞപ്പം പറഞ്ഞു, രവീന്ദ്രൻ എന്നല്ല കേട്ടോ, സച്ചി മോനെ നീ ഒരു കാര്യം ചെയ്യുക, നീ ഭക്ഷണം കഴിക്കാൻ വന്നതല്ലേ, നീ പോയി ഭക്ഷണം കഴിക്കുക. നീ എന്തിനാ വെറുതെ ഇവിടെ നിന്ന് സംസാരിച്ച് നിൻ്റെ സമയം കളയുന്നത്? മോളെ രേവതി കൂട്ടിക്കൊണ്ട് പോയി ഭക്ഷണം എടുത്തു കൊടുക്കാൻ പറഞ്ഞു. രേവതി ഏതായാലും സച്ചിനെ കൂട്ടിക്കൊണ്ട് പോയി ഭക്ഷണം എടുത്തു കൊടുത്തു. ഏതായാലും ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്തു. ഈ ഒരു സമയത്ത് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ചന്ദ്രയും സുധിയും തമ്മിലൊരു സംസാരം ഉണ്ട് അവിടെ.
വേറൊന്നുമല്ല, ഈ ഒരു തുകയുടെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതായത് 50 ലക്ഷത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ആർക്കും ജോലി ഇല്ലെന്ന് അറിയത്തുമില്ല കേട്ടോ. ശ്രുതിക്ക് ജോലി ഉണ്ടെന്ന് ഓർത്താണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വന്ന നമ്മുടെ സച്ചു പറഞ്ഞു, അതെ 50 ലക്ഷത്തിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും വിവാഹം കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും 50 ലക്ഷം കിട്ടിയേ തീരൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ സച്ചു അവിടെ നിന്ന് പോകുന്നത്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ രവീന്ദ്രനും കൂടെ കല്യാണം വിളിക്കാൻ വേണ്ടി പോകാൻ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്നൊരു കാറ് വരുന്നു വീട്ടിൻ്റെ മുറ്റത്ത്. കാറ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞല്ല, നിങ്ങൾ എന്താ വണ്ടി വല്ലതും വിളിച്ചായിരുന്നോ, കാറ് വല്ലതും വിളിച്ചായിരുന്നോ? ഹേ ഇല്ല, ഇതിപ്പോൾ എനിക്ക് അറിയാത്ത കാറാണല്ലോ. അപ്പോൾ അതിനകത്ത് സച്ചി വന്നിറങ്ങിയപ്പോഴത്തേക്കും നീ ആയിരുന്നോ? അല്ല, എന്തു പറ്റിയൊരു പുതിയ കാറൊക്കെ? ഇത് ആരുടെ കാറാ എന്നിങ്ങനെ ചോദിച്ചു ചന്ദ്ര, പിടിക്കാത്ത രീതിയിൽ, ദഹിക്കാത്ത രീതിയിൽ. ഇനി പുത്തൻ കാറ് വല്ലതും എടുത്താണോ എന്ന് അറിയില്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഇതിപ്പം തൽക്കാലം എൻ്റെ കാറൊന്നും അല്ല, ഇതെനിക്ക് വാടകയ്ക്ക് ആ ഫൈനാൻസർ തന്നതാണ്. ഏതായാലും എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടേ, വീട്ടിലിങ്ങനെ ചുമ്മാ ഇരുന്നാൽ പറ്റത്തില്ലല്ലോ, നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യാനൊന്നും ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇല്ലാതെ ഒന്നും പറ്റത്തില്ല. എനിക്ക് ഓട്ടം പോകണം, അതുപോലെ സമ്പാദിക്കണം, CC അടയ്ക്കണം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടിയുള്ള വണ്ടിയാണ്. അല്ല, നിങ്ങളിതെവിടെ പോകാൻ നിൽക്കുക? അച്ഛാ ഒരു കാര്യം ചെയ്യുക, വണ്ടി കയറേ, ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. ഹേയ് വേണ്ട മോനെ, കൊണ്ടാക്കണ്ട. അല്ല, കല്യാണം വിളിക്കാനൊക്കെ പോവുകയാണെങ്കിലേ കാറ് ചെല്ലുമ്പോൾ അതിൻ്റേതായ ഒരു ഗമയില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര, ഒരു കാറ്, ഒരു ഗമ, എന്ത് കാറ്, എന്ത് ഗമ. അതെ, നിൻ്റെ കാറിൽ പോയിട്ടുള്ള ഗമയൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിട്ട് ചന്ദ്ര പറഞ്ഞു, നിനക്ക് ഇവിടെ നിന്ന് ഞങ്ങളെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് പൈസ മേടിക്കാനല്ലേ, ഓട്ടോ ഒന്നും ഇല്ലാതെ ഇരിക്കുമായിരിക്കും, അതായിരിക്കും ഇപ്പം ഞങ്ങളെ വിളിച്ചതെന്ന് പറഞ്ഞപ്പം, അതെ അച്ഛാ തെറ്റിപ്പോയി ദേ ഈ മേഡത്തിനോടുണ്ടല്ലോ, ചന്ദ്ര മേഡത്തിനോടൊന്ന് പറഞ്ഞേരെ, ഈ നിൽക്കുന്നത് ശ്രുതിയല്ല സച്ചിയാന്ന്, പൈസയ്ക്ക് അത്രയ്ക്ക് ആക്രാന്തമൊന്നും ഈ സച്ചിക്ക് ഇല്ലെന്ന് പറഞ്ഞൊന്ന് മനസ്സിലാക്കിയേരെന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയം നമ്മുടെ സച്ചിക്ക് പെട്ടെന്നൊരു കോള് വന്നു. അപ്പോൾ ഒരു ഓട്ടം വിളിച്ചതാണ് ആരോ. അപ്പോൾ ഓട്ടം വിളിച്ചത് ആ ഒരു സമയത്ത് നമ്മുടെ സച്ചു പറഞ്ഞു, രവീന്ദ്രനോട് പറഞ്ഞു, അതെ ഞാൻ പോവുകയാണ് എന്നിങ്ങനെ പറഞ്ഞു. അച്ഛാ അതെ ഒരു ഓട്ടം വന്നു, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിയും വന്നു കേട്ടോ. രേവതി പറഞ്ഞു, അയ്യോ എന്താ പോകുന്നത്, ഭക്ഷണം കഴിക്കാൻ വന്നാണെങ്കിൽ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പം, എനിക്കിപ്പം വേണ്ട രേവതി, നീ കഴിച്ചോ, എനിക്കൊരു ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞ്, കണ്ടില്ലേ ഇപ്പം അവരങ്ങോട്ട് ഓട്ടം കൊണ്ടുപോകുന്ന ഓർത്തില്ല, അങ്ങോട്ടേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞല്ലേ, എന്നിട്ട് ആ നാവും കൊണ്ട് തന്നെ അവൻ ഇപ്പോൾ ഓട്ടം പോയിട്ട് വരാമെന്ന്. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മകനെ ചുമ്മാ ചോദിച്ചതാ, ഒരു ഫോർമാലിറ്റിക്ക്, കയറുവാണേ കയറട്ടെ, ഇല്ല കയറണ്ടെന്ന് ഓർത്ത് തന്നെ ചോദിച്ചതെന്ന് പറഞ്ഞപ്പം, എടി ചന്ദ്രേ നിനക്കിതെല്ലാം നിനക്ക് പലതും തോന്നും, അവനെ എൻ്റെ മകനാ, ഇപ്പം ഞാൻ അവനോട് കൊണ്ടുവിടാൻ പറഞ്ഞാൽ അവന് എത്ര വലിയ ഓട്ടമാണെങ്കിലും മാറ്റിവെച്ച് അവൻ എന്നെ കൊണ്ടുവിടുന്ന എനിക്ക് ഉറപ്പുണ്ട്. നീ ഒരു കാര്യം ചെയ്യേ, ചുമ്മാ നിന്ന് മുറുമുറുക്കാതെ കുറ്റം പറയാതെ ബാ, നമുക്ക് കല്യാണം വിളിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും കല്യാണം വിളിക്കാനൊക്കെ പോയി. പിന്നെ കാണിക്കുന്ന ഒരു സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അരി ഇടാൻ വേണ്ടി തുടങ്ങാണ് കേട്ടോ. അപ്പോൾ അരിക്കകത്ത് നോക്കിയപ്പോഴത്തേക്കും അരിയൊന്നും ഇരിപ്പില്ല, അരിയൊക്കെ തീരാറായ ഒരു ഇതാണ്, കലമാണ്. അപ്പോഴത്തേക്കും കലമല്ല, ആ ഒരു പാത്രമാണ്, അരിപ്പാത്രമാണ്. ഞങ്ങളിവിടെ കലത്തിലാണ് ഇടുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കലം എന്ന് പറഞ്ഞത്. അപ്പോൾ അരിപ്പാത്രമാണ്. അപ്പോൾ ആ അരിപ്പാത്രത്തിൽ ഇങ്ങനെ എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര ഓടി വന്നിട്ട്, നീ എന്താണ് ഈ കാണിക്കുന്നത്, നീ കയറി വന്നതേ ഈ വീട്ടിൽ ദാരിദ്ര്യമാണ്, ഇപ്പം എന്തേ കഞ്ഞിക്കലത്തിലെ അരി മുഴുവൻ നീ എടുത്തോണ്ട് പോവുകയാണല്ലേ. എടി ദേ ഒരു ചൊല്ലുണ്ട്, എന്താണെന്നറിയാമോ, അരി ഒരിക്കലും വടിച്ചെടുക്കാൻ പാടില്ല, അങ്ങനെ അരി തീർത്ത് കലം വടിച്ചെടുത്തു കഴിഞ്ഞാലേ അത് ശരിയാവില്ല. ഇതൊന്നും നിനക്കറിയത്തില്ലായിരിക്കും അല്ലേ. ദേ എൻ്റെ അടുക്കളയിൽ നീ കയറി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനാണ് ഇപ്പം കയറി അരി ഇടുന്നത്? ഞാൻ പറയാം, ഐശ്വര്യം ഇല്ലാത്തവളെന്നും ഐശ്വര്യം ഇല്ലാത്തവളായിരിക്കും. നീ കയറി കഞ്ഞിക്കലത്തിലോ അല്ലെങ്കിൽ അരിയൊക്കെയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് നശിച്ചു പോവുള്ളൂ, നീ ഇരിക്കുന്ന സ്ഥലം മുടിഞ്ഞു പോവുള്ളൂ. അതുകൊണ്ട് ദേ ഞാൻ പറഞ്ഞേക്കാം, എന്നോട് ചോദിക്കാതെ ഒരു സാധനത്തിൽ കൈയിട്ട് പോകരുത്. നീ ഈ വീട്ടിലുള്ളിടത്തോളം കാലം ഉണ്ടല്ലോ, ഈ വീട്ടിലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നീ മുടിഞ്ഞവള്. നീ ഈ വീട്ടിൽ വന്ന് കയറി അന്ന് മുതൽ ഈ വീടിൻ്റെ കഷ്ടകാലം തുടങ്ങി, നിന്റെ കെട്ടിയവനായിക്കോട്ടെ അതിലും വലിയ കഷ്ടകാലം തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയെ അടുക്കളയിൽ നിന്ന് ആട്ടി ഓടിച്ചു വിട്ടോ. രേവതി കരഞ്ഞുകൊണ്ട് അങ്ങ് പോയി. നമ്മുടെ രവീന്ദ്രൻ ഇതൊക്കെ കാണുന്നുണ്ട്. രവീന്ദ്രന് വല്ലാത്ത സങ്കടമായി. ചന്ദ്രയോട് പറഞ്ഞു, എങ്കിൽ പോലും എന്താ രവീന്ദ്രന് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി ചെന്ന് വീണ്ടും ഇതുവരെ അരിയൊന്നും ഇടാനൊന്നും പറഞ്ഞില്ല. അപ്പം എല്ലാവർക്കും വിശക്കുമല്ലേ, അതുകൊണ്ട് നേരെ അടുക്കളയിൽ കയറി ചെന്നിട്ട് എന്നാൽ പിന്നെ അരി എടുക്കാമെന്നും പറഞ്ഞ് അരി എടുത്ത്
എടുക്കാനുണ്ടെങ്കിൽ ഇപ്പം വീണ്ടും ചന്ദ്ര കയറി വന്നിട്ട് നിന്നോട് തൊട്ടു പോകരുതെന്നല്ലേ പറഞ്ഞത്. നിന്നോട് ആരടി പറഞ്ഞത് അടുക്കള കയറാൻ? നിന്നോട് ഞാൻ പറഞ്ഞില്ല അടുക്കള കയറരുത്, അരി എടുക്കരുതെന്ന്. ഞാൻ എടുത്തു തരും, അത് ഇട്ടോണം. അല്ലാതെ ഉണ്ടല്ലോ നീ വേറെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ തനി സ്വഭാവം നീ കാണും. മാറടി, ഇറങ്ങി പോടി എൻ്റെ അടുക്കളയെന്ന് പറഞ്ഞു. അല്ലെങ്കിലും ദേ എൻ്റെ പുതിയ മരുമകൾ ഇങ്ങോട്ട് വരട്ടെ, അന്ന് മുതൽ നിന്നെ ഞാൻ വെറും അടുക്കളക്കാരി ആക്കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കൊക്കെ പറഞ്ഞു. ഏതായാലും നമ്മുടെ രേവതി അവിടുന്ന് കരഞ്ഞ് വിഷമിച്ചു പോയി. നേരെ വേറെ ആരെയല്ല വിളിക്കുന്നത്, അച്ഛമ്മേനെ വിളിച്ച് സങ്കടങ്ങളൊക്കെ പറയും. അച്ഛമ്മ അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. മോളെ സാരമില്ല, മോളെ വിഷമിക്കേണ്ട, അച്ഛമ്മ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കി തരാം. മോള് തോറ്റ് പിന്മാറി മോളുടെ വീട്ടിൽ പോകുമോ അല്ലെങ്കിൽ അച്ഛമ്മയുടെ അടുത്ത് വരുമൊന്നും അല്ല ചെയ്യേണ്ടത്, ചുട്ട മറുപടിയാണ് ചന്ദ്രയ്ക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം രേവതി പറഞ്ഞു, അമ്മ എനിക്ക് അതൊന്നും അറിയില്ല അച്ഛമ്മ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും മോളൊരു കാര്യം ചെയ്യുക, സമാധാനമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ രേവതിയല്ല സച്ചി കയറി വരികയാണ് കേട്ടോ. സച്ചി രേവതിക്ക് ഇഷ്ടമുള്ളൊരു പലഹാരമൊക്കെ ആയിട്ടാണ് കയറി വരുന്നത്. അങ്ങനെ സച്ചി കയറി വരുന്നു. സച്ചി കയറി വന്ന് രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് കണ്ണടച്ചിട്ട് കൈ നീട്ടാനൊക്കെ പറഞ്ഞു. കണ്ണടച്ച് കൈ നീട്ടിയപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പലഹാരം മൽഗോവ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു സാധനം കഴിച്ച്, അതായത് നമ്മുടെ രേവതി ഇത് കണ്ണ് തുറന്ന് കാണുകയാണ്. അപ്പോൾ രേവതിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണെന്ന് ഒരു തവണ എങ്ങാണ്ട് നമ്മുടെ രേവതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സച്ചി കൊണ്ടുവന്നത്. അങ്ങനെ സച്ചി പറഞ്ഞ് നീ കണ്ണടയ്ക്കുക തരാമെന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. ഇത് കണ്ട് ഭയങ്കര സന്തോഷമാകാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ രേവതിക്ക് വായിൽ വെച്ച് കൊടുക്കുന്നു, രേവതി അത് സച്ചിക്ക് വായിൽ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും രേവതിക്ക് വലിയ സന്തോഷം തന്നെയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ സച്ചിയുടെ ഈ ഒരു മാറ്റം അത് വല്ലാത്തൊരു മാറ്റം തന്നെയാണല്ലോ. കാരണം സച്ചിക്ക് രേവതിയോട് ഓരോ ദിവസം ചെല്ലുന്തോറും സ്നേഹം കൂടിക്കൂടി തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ മിസ് ചെയ്യാതെ കാണുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ പുതിയ ചാനലിൻ്റെ കാര്യം ഞാൻ പറയുന്നുണ്ട്. നമ്മൾ വ്ളോഗ് ചെയ്യുന്നുണ്ട്, ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്, നമ്മൾ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോസ്റ്റ് ഒന്ന് കയറി നോക്കി, കമ്മ്യൂണിറ്റിയിൽ ഒന്ന് കയറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയും വീഡിയോയുടെ ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. മാക്സിമം എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ ചെറിയ ചെറിയ ട്രാവലും അതുപോലെ ഡെയിലി വ്ളോഗ്സും ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാത്തിരിക്കുക. ഇപ്പോൾ തന്നെ അടുത്ത വിശേഷം വരും, നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ വരും. അപ്പോൾ കാത്തിരിക്കുക, അടുത്ത വിശേഷമായിട്ട് കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു നല്ല ദിവസമൊക്കെ ആശംസിക്കുകയാണ്. മഴയൊക്കെയാണ്, കാറ്റും മഴയും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ എൻ്റെ കുടുംബത്തിനും വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.